വിനെ കുറിച്ചുള്ള നിസ്സാരത ബോധ്യപ്പെടുത്താൻ അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമിൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞുകൊണ്ട് മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഖബർ സിയാറത്ത് പഠിപ്പിച്ചു. എന്നാൽ ഈ ഖബർ സിയാറത്തിനെ ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന് പടച്ചവനെ രണ്ട് വിഭാഗം ആളുകളിൽ നിന്റെ കോപത്തിന് വിധേയരായവർ വഴിപിടച്ചു പോയവർ ഹബീബായ റസൂലുള്ളയോട് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയുമാണോ ഉദ്ദേശിക്കുന്നത്? ഫമൻ, പിന്നെ ആരെയാ? അതെ, ആ ജൂത ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നും അവരുടെ സ്വഭാവങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണേ എന്ന് ദിവസം ആവർത്തിച്ചു പറയുന്ന നമ്മൾ ആ രണ്ട് വിഭാഗത്തിന്റെ തകരാറായി ഹബീബായ റസൂലുള്ളാഹി പഠിപ്പിക്കുന്നു, ലഅനല്ലാഹുൽ യഹൂദ വന്നസ്വാറ, യഹൂദികളെയും ക്രിസ്ത്യാനികളെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. വെറുതെ ശപിച്ചതല്ല, അവരുടെ തെറ്റെന്താ? ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവർ അവരുടെ പ്രവാചകന്മാരുടെ ഖബറുകളെ പ്രാർത്ഥനാ കേന്ദ്രങ്ങളാക്കി മാറ്റി. അപ്പോൾ പ്രവാചകന്മാരുടെ ഖബറുകളെ പ്രാർത്ഥനാ കേന്ദ്രങ്ങളാക്കി മാറ്റി. അതാണ് അവർ ചെയ്ത തെറ്റ്. കഴിഞ്ഞ മാർപ്പാപ്പ മരണപ്പെട്ടു പോയപ്പോ ദിവസങ്ങളോളം, ഒരു മാസത്തിലധികം തന്നെ പത്രങ്ങളിലെ ഫസ്റ്റ് ഹെഡിങ്ങുകളിൽ സ്ഥാനം പിടിച്ചത് മാർപ്പാപ്പയുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളായിരുന്നു. അവസാനത്തെ വാർത്ത അദ്ദേഹത്തെ കബറടക്കി എന്ന് വന്നതിന് ശേഷം പിന്നീട് മാതൃഭൂമിയും അതുപോലെയുള്ള ഒട്ടേറെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തൊരു വാർത്ത നമുക്ക് ഓർമ്മയുണ്ടാകും. എന്തായിരുന്നു ആ വാർത്ത? മാർപ്പാപ്പയുടെ കബറിടത്തിലേക്ക് ആയിരങ്ങൾ. എന്താണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തത്? മാർപ്പാപ്പയുടെ കബറിടത്തിലേക്ക് വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ഒഴുകി വന്നവരോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? എന്താണ് നിങ്ങളുടെ ഉദ്ദേശ്യം? അവർ പറഞ്ഞു, മാർപ്പാപ്പയുടെ മാധ്യസ്ഥം കിട്ടാൻ, മാർപ്പാപ്പയുടെ മാധ്യസ്ഥം കിട്ടാൻ. ഞങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഞങ്ങൾ മാർപ്പാപ്പയോട് പറയുകയും മാർപ്പാപ്പ അത് പടച്ചവനോട് പറയുകയും ചെയ്യും. സഹോദര, ഈ വിശ്വാസമാണ് അവർക്കുള്ളത്. ഇനി സഹോദര, മമ്പുറം ജാറത്തിൽ, പുത്തൻപള്ളിയിൽ, മടവൂരിൽ ഏതേത് ജാറങ്ങളുണ്ടോ ആ ജാറങ്ങളിൽ പോകുന്നവർ നമ്മളോട് പറയുന്നു, ഏയ് അവരെ ആരാധിക്കുന്നില്ല, നമ്മളൊക്കെ പാപികളല്ലേ. പാപികളായ നമ്മള് നമ്മുടെ വിഷമങ്ങള് പ്രയാസങ്ങള് ആ മരണപ്പെട്ടവരോട് പറയുകയും അവരത് പടച്ചവനോട് പറയുകയും ചെയ്യും. ഇതാണ് ജൂദായിസം, ഇതാണ് ക്രിസ്ത്യാനിസം, ഇതാണ് ആ രംഗത്ത് അവർക്ക് പറ്റിയ തകരാറ്. എന്നാൽ അതിനെ തിരുത്തിക്കൊണ്ട് ഇസ്ലാം പഠിപ്പിച്ചു, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. മുഹമ്മദ് നബിയെ, എന്റെ അടിമകൾ എന്നെ പറ്റി നിന്നോട് ചോദിച്ചാൽ നീ പറയണം, ഞാൻ ഏറ്റവും അടുത്തവനാണ്. ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅാനി, പ്രാർത്ഥിക്കുന്നവൻ എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ അവന് ഉത്തരം ചെയ്യും. അതെ, റബ്ബ് സുബ്ഹാനഹു വ തആലയോടാണ് പ്രാർത്ഥിക്കേണ്ടത്, മരണപ്പെട്ടു പോയവരോടല്ല. അവർ നമ്മുടെ വിളി കേൾക്കില്ല. ഇൻ തദ്ഊഹും ലാ യസ്മഉ ദുആഅക്കും, നിങ്ങൾ അവരെ വിളിച്ചാൽ നിങ്ങളുടെ വിളി അവർ കേൾക്കുകയില്ല. വലൗ സമീഉ, സംഭവിക്കാത്തൊരു കാര്യം നിങ്ങൾ സങ്കൽപ്പിക്കുക. ഇനി അവർ കേട്ടു എന്ന് സങ്കൽപ്പിച്ചാൽ തന്നെ മസ്തജാബൂ ലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുകയില്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും. ആയത്തിന്റെ ആദ്യത്തെ ഭാഗത്ത് ഇൻ തദ്ഊഹും, നിങ്ങൾ അവരെ വിളിച്ചാൽ. രണ്ടാമത്തെ ഭാഗത്ത് നിങ്ങൾ ചെയ്ത ശിർക്കിനെ, അപ്പോൾ ആ വിളി ശിർക്കാണെന്ന് ആയത്ത് തന്നെ പഠിപ്പിച്ചു. അവർ നിഷേധിക്കും. വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, സൂക്ഷ്മജ്ഞാനിയെ പോലെ അഥവാ റബ്ബ് സുബ്ഹാനഹു വ തആലയെ പോലെ ഈ വിവരം പറഞ്ഞു തരാൻ ആരുമില്ല. മരിച്ചവർ കേൾക്കുമോ? മരിച്ചല്ലോ എന്ന് പറഞ്ഞു തരുമോ? മരിച്ചവർ കേൾക്കുമോ? ജീവിച്ചിരിക്കുക നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. പിന്നെ ആരാ പറയേണ്ടത്? ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്ന അല്ലാഹ് തന്നെ. സുബ്ഹാനല്ലാഹ്, ഈ വിവരം റബ്ബല്ലാതെ ആര് പറഞ്ഞു തരാൻ? മരിച്ചോല് കേൾക്കൂല. അപ്പൊ പിന്നെ ജാറത്തിൽ പോയി ദുആ ചെയ്യുമ്പോ, പ്രാർത്ഥിക്കുമ്പോ, സഹായം തേടുമ്പോ ഇത് കേട്ട് പഠിച്ചവനോട് പറയുമ്പോ ഖുർആൻ ആയത്തിനെ നിഷേധിച്ചിട്ടല്ലാതെ ആ മരണപ്പെട്ടവർ കേൾക്കുമെന്ന് നിനക്ക് വിശ്വസിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ക്രൈസ്തവ യഹൂദ സമൂഹങ്ങൾ അവരുടെ ദുസ്വഭാവങ്ങൾ വന്നു പോകരുതേ എന്ന നിയ്യത്തോടുകൂടി ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്നോതുമ്പോ ഇതാ ഹബീബ് പഠിപ്പിച്ച, പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച, അഹ്ലുസുന്നത്തി വൽ ജമാഅ പഠിപ്പിച്ച ഖബർ സിയാറത്തിൽ നിന്നും ഖബർ പൂജയിലേക്ക് സമൂഹം നീങ്ങുന്നു.
തലസ്ഥാന നഗരിയിൽ ഭീമാ പള്ളിയിൽ തവാഫാണ് നടക്കുന്നത്. ആ ഭീമാ പള്ളിയിലെ തവാഫ് നടക്കുന്ന ആ ഉറൂസ് മഹോത്സവം ഉദ്ഘാടനം ചെയ്യാൻ സമസ്തയുടെ 2 വിഭാഗക്കാർക്കും മത്സരമാണ്. ഒരവസരം കിട്ടാൻ എന്തേ അവിടെ കൊടിയുയർത്തുമ്പോ, അവിടെ ഉദ്ഘാടനം ചെയ്യുമ്പോ, സഹോദരങ്ങളെ, തവാഫ് എന്ന് പറയുന്ന ഇബാദത്ത് വിശുദ്ധ ഇസ്ലാമിൽ ഒരേ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ തവാഫ് ഇല്ലെന്ന് പറയാൻ എന്തേ നാവ് പൊന്താത്തത്? നാവ് പൊന്തിയാൽ അത് അവസാനത്തെ ചാൻസ് ആയിരിക്കും. അപ്പോൾ ദുനിയാവല്ലേ പ്രശ്നം, ദുനിയാവല്ലേ പ്രശ്നം. ഈ കൊണ്ടോട്ടിയിലെ ഈ ശബ്ദം ശ്രവിക്കുന്ന മാന്യമാ സഹോദരങ്ങളെ, ചോദിക്കട്ടെ, ഇസ്ലാമിൽ തവാഫ് എവിടെയാണുള്ളത്? ഖുർആൻ അറിയുന്ന, ഹദീസ് അറിയുന്ന എല്ലാവരും പറയും ഒരേ ഒരു സ്ഥലത്ത്, അത് കഅബാലയത്തിൽ മാത്രമാണ്. ആ കഅബാലയം ലബൈക അല്ലാഹുമ്മ ലബൈക ലബൈക ലാ ശരീക ലക ലബൈക, അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു, നിനക്ക് യാതൊരു പങ്കുകാരുമില്ലെന്ന് പ്രഖ്യാപിക്കുന്ന തവാഫ്, അവിടെ പോകാൻ, ഹജ്ജ് ചെയ്യാൻ, ഉംറ ചെയ്യാൻ അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അവിടെ മാത്രമേ തവാഫ് ഉള്ളൂ. ആ തവാഫ് ചെയ്യുന്നവർ ചില അമുസ്ലിം സഹോദരങ്ങൾ ചോദിക്കാറുണ്ട്, നിങ്ങൾ ഒരു കറുത്ത നിറത്തിലുള്ള എന്തോ ഒന്നിന്റെ ചുറ്റുമാണല്ലോ ഇങ്ങനെ കറങ്ങുന്നത്, അപ്പോൾ അതിനെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്? പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഫൽയഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്, ആ ബൈത്തിന്റെ ഉടമസ്ഥനെ നിങ്ങൾ ആരാധിക്കുക. ആരെയാണ് ആരാധിക്കേണ്ടത്? ആ കഅബയെ അല്ല, കഅബയുടെ ഉടമസ്ഥനെ ആണ് ആരാധിക്കേണ്ടത്. ആ തവാഫ് നമ്മുടെ സംസ്ഥാനത്ത് വന്നിരിക്കുന്നു. നിങ്ങൾക്കറിയുന്ന വേറെയും സ്ഥലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഖബർ സിയാറത്ത് എന്നത് ഖബറാരാധന, ഖബർ പൂജയായി മാറുന്നു. മമ്പുറം ജാറം ലക്ഷങ്ങൾക്ക് ലേലം ചെയ്തു. ഇതെന്താ കോഴിമുട്ടയോ? ഇതെന്താ പീടിക മുറിയോ? തെങ്ങോ കവുങ്ങോ ലേലം ചെയ്യാൻ ഈ മയ്യത്ത് കച്ചവടം ഇസ്ലാമിലില്ല. ഇത് കൊണ്ടോട്ടിയിൽ ഈ പച്ചയായ സത്യം വിളിച്ചു പറയേണ്ടത് ഈ കൂടിയിരിക്കുന്ന ആളുകൾ മാത്രമല്ല, ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമുള്ള എല്ലാവരുടെയും ബാധ്യതയാണ്. അതാണ് ഇസ്ലാം നൽകുന്ന മുഖ്യമായ സന്ദേശം. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം കൊടുക്കേണ്ട കാര്യം റബ്ബല്ലാത്തവരിലേക്ക് തിരിച്ചുവിട്ടാൽ അത് ശിർക്കാകുന്നു, അല്ലാഹുവിൽ പങ്കുചേർക്കലാകുന്നു. അത് മനുഷ്യന്റെ ജീവിതത്തിലെ സർവ്വ കർമ്മങ്ങളെയും നശിപ്പിച്ചു കളയും. ശിർക്ക് മനുഷ്യന് സ്വർഗം നിഷിദ്ധമാക്കി കളയും. ഈ മുഖ്യമായ സന്ദേശം മനുഷ്യന്റെ മനസ്സുകൾക്ക് വലിയ തുറവി നൽകുന്ന സന്ദേശം. അതെ, റബ്ബിലേക്ക് ഒരു മനുഷ്യൻ ബന്ധപ്പെടുകയാണ്. അതിനിടക്കുള്ള സർവ്വ മതിൽക്കെട്ടുകളും തകർത്ത് കളയുന്ന വിശ്വാസം. എനിക്കെന്റെ റബ്ബിലേക്ക് എത്താൻ, റബ്ബിനെ ആരാധിക്കണമെന്ന് പറയാൻ നിയോഗിക്കപ്പെട്ട പ്രവാചകൻ മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ആവശ്യമില്ല. ഈശോയെ കാക്കണമെന്ന് പറയേണ്ട കാര്യമില്ല. എനിക്കെന്റെ റബ്ബിലേക്ക് എത്താൻ റബ്ബ് ഇറക്കിയ ഭൂമി, റബ്ബ് സൃഷ്ടിച്ച ഭൂമിയിൽ നിന്നും മണ്ണെടുത്തുണ്ടാക്കിയ വിഗ്രഹത്തെ വെച്ച് ആ വിഗ്രഹത്തെ പ്രീതികരിക്കുന്ന ഏതെങ്കിലും ഒരു സൃഷ്ടിയെ റബ്ബിന്റെ അടുത്തേക്ക് അടുക്കാൻ എനിക്ക് ആവശ്യമില്ല. മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ റബ്ബിലേക്ക് അടുക്കാൻ ആ മുഹമ്മദ് റസൂലുള്ളാഹിയോട് പ്രാർത്ഥിക്കേണ്ട, സഹായം തേടേണ്ട കാര്യം എനിക്കില്ല. ആ മുഹമ്മദ് റസൂലുള്ളാഹിയെ സൃഷ്ടിച്ച, അവനെ ഞങ്ങൾക്ക് വേണ്ടി പ്രവാചകനായി നിശ്ചയിച്ച, വിഗ്രഹങ്ങൾ ഉണ്ടാക്കാൻ ആവശ്യമായ മണ്ഡരികളെ സൃഷ്ടിച്ച, ഈസാ നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ച ആ നാഥനോട് നേരിട്ടങ്ങ് പ്രാർത്ഥിച്ചാൽ മതി. ഖുൽ, മുഹമ്മദ് നബിയെ പറയുക, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. വല ഉശ്രികു ബിഹി അഹദാ, അവനോട് ഞാൻ യാതൊന്നിനെയും പങ്കു ചേർക്കുകയില്ല. ഈ സുന്ദരമായ പ്രഖ്യാപനം പറയാൻ എളുപ്പമാണ്, പക്ഷേ ഖുർആൻ പറയുന്നു, വമാ യുഅ്മിനു അക്തറുഹും ബില്ലാഹ് ഇല്ലാ വഹും മുശ്രികൂൻ, അധികം ആളുകളും അല്ലാഹുവിൽ വിശ്വസിക്കുന്നില്ല ശിർക്കോട് കൂടിയല്ലാതെ. ഇവിടെയാണ് നിരന്തരമായി സമൂഹത്തിൽ തൗഹീദിനെ കുറിച്ച്, ശിർക്കിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഒരൊറ്റ പ്രവാചകനും ഇത് പറയാതെ പോയിട്ടില്ല. ഇതാണ് പരിശുദ്ധ ഖുർആൻ നൽകുന്ന രണ്ടാമത്തെ മുഖ്യമായ സന്ദേശം. മൂന്നാമത്തെ സന്ദേശം, പരലോക ബോധത്തോടുകൂടി ഈ തൗഹീദ് അടിയുറച്ചുകൊണ്ട് ഏകദൈവാരാധകരായി ജീവിക്കുമ്പോൾ ജീവിതത്തിന്റെ സർവ്വ മേഖലകളിലും നമുക്കൊരു മാതൃക. അതെ, മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലഖദ് കാന ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന,
നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ജീവിതത്തിന്റെ സർവ്വ മേഖലകളിലും എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് ലഭിച്ച വഹയിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ 3 സുപ്രധാനമായ വശങ്ങൾ പരിശുദ്ധ ഖുർആൻ നൽകുന്ന ഈ സന്ദേശങ്ങൾ മാത്രമല്ല, ഇതിലൂടെയുള്ള നന്മകൾ നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുക, പരമാവധി വരച്ചു കാട്ടുക. അതാണ് മെയ് ആദ്യത്തിൽ നമ്മുടെ കൊണ്ടോട്ടിയിൽ നടക്കാനിരിക്കുന്ന മഹാത്ഭുതം ഖുർആൻ എന്ന എക്സിബിഷനിലൂടെ ഇവിടെ നടക്കാൻ പോകുന്നത്. അതിന്റെ മുമ്പ് അതിന്റെ സന്ദേശം നമ്മുടെ പരിസര പ്രദേശങ്ങളിലെല്ലാം എത്തിക്കേണ്ടതുണ്ട്. ഈ വെക്കേഷൻ കാലം എങ്ങനെയാണ് കൊണ്ടോട്ടിയും പരിസര പ്രദേശങ്ങളും എങ്ങനെയാണത് ചെലവഴിക്കേണ്ടത് എന്നതിന്റെ ഏറ്റവും നല്ല ഒരു മാതൃക ഇവിടുത്തെ സലഫി പ്രബോധകർ മാനവ സമൂഹത്തിന്റെ മുമ്പിൽ വെക്കുകയാണ്. അതെ, നമുക്ക് നിർവഹിക്കാനുള്ള ഈ ഏറ്റവും വലിയ ദൗത്യം നിർവഹിക്കുമ്പോൾ തന്നെ ആ നിർവഹണ കാര്യത്തിൽ മുന്നോട്ട് പോകുമ്പോൾ മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവായ പിശാച് അടങ്ങിയിരിക്കുകയില്ല. അവനിത് സഹിക്കുകയില്ല. കൊണ്ടോട്ടിയിൽ തൗഹീദ് പറയുകയോ മനുഷ്യന് സ്വർഗത്തു പോകുന്ന സന്ദേശം പച്ചയായി പറയുകയോ അവിടെ ഒരു പ്രശ്നമുണ്ടാക്കണം. അങ്ങനെ ഈ കൊച്ചു സമൂഹ കേരളത്തിൽ നമുക്കറിയാം 1920 കാലഘട്ടത്തിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമായി കഴിഞ്ഞുകൂടിയ സമൂഹത്തിലേക്ക് ഖുർആനാകുന്ന ഹദീസാകുന്ന ആ സുപ്രധാനമായ 2 ആയുധങ്ങൾ കയ്യിലേന്തി മുൻഗാമികളുടെ മാതൃക പിൻപറ്റിക്കൊണ്ട് ശക്തമായ പ്രബോധന പ്രവർത്തനങ്ങൾ നടന്നപ്പോൾ മഹാനായ റസൂലുള്ളാഹിക്ക് കിട്ടിയ പേര് ഫറഖ ഖുറൈശ്, നീ ഖുറൈശികളെ ഭിന്നിപ്പിച്ചു എന്ന്. ഭിന്നിപ്പിന്റെ ആളുകൾ വന്നിരിക്കുന്നു. അവരുടെ പേര് ഐക്യസംഘമാണത്രേ. ഐക്യണ്ടാക്കല്ല അവർ ചെയ്യുന്നത്, ഭിന്നിപ്പുണ്ടാക്കുകയാണ് ചെയ്യുന്നത് എന്നുവരെ പേര് പറഞ്ഞുകൊണ്ട് ശക്തമായ ആക്ഷേപങ്ങൾ ഉണ്ടായി. പക്ഷേ എന്തായിരുന്നു, ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി. ഈ പറയുന്നത് ശരിയല്ലേ? ഖുർആനിൽ ഇങ്ങനെ പറയുന്നു, ഹദീസിൽ ഇങ്ങനെ പറയുന്നു, മാലയിൽ ഇങ്ങനെ പറയുന്നു, മൗലൂദിൽ ഇങ്ങനെ പറയുന്നു. ആളുകൾ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ സത്യമായ സന്ദേശത്തിലേക്ക് 1400 വർഷം മുമ്പുള്ള പ്രവാചകൻ സമർപ്പിച്ച യഥാർത്ഥ ഇസ്ലാമിലേക്ക്, മനുഷ്യാരംഭം വരെ പഴക്കമുള്ള യഥാർത്ഥ സന്ദേശത്തിലേക്ക് ജനങ്ങൾ ഒഴുകാൻ തുടങ്ങി. അങ്ങനെ 1924 കേരള ജംഇയ്യത്തുൽ അഹ്ലുസ് സുന്ന വൽ ജമാഅ എന്ന സുന്നി എന്ന മുജാഹിദ് എന്ന ജമാഅത്ത് എന്നും വ്യത്യാസമില്ലാതെ പണ്ഡിതന്മാർ ഒന്നിച്ചിരുന്നു കൊണ്ട് ഖുർആനും സുന്നത്തും സലഫു സ്വാലിഹീങ്ങളുടെ മാർഗവും അനുസരിച്ച് മുന്നോട്ട് പോകണമെന്ന് ചട്ടങ്ങളിൽ എഴുതി വെച്ച് ശക്തമായ ദഅവത്തുമായി മുന്നോട്ട് പോകുമ്പോൾ പിശാചിന് സഹിച്ചില്ല. അവൻ 1924 മുതൽ 26 വരെ സ്വസ്ഥമായൊരു യോഗം പോലും നടത്താൻ സാധിക്കാതെ ജംഇയ്യത്തുൽ ഉലമക്കുള്ളിൽ ശക്തമായ ഭിന്നിപ്പുണ്ടാക്കി. പണ്ഡിതന്മാർ പരസ്പരം ആദർശപരമായി പോരാടി. ഞങ്ങളുടെ ബാപ്പകാരണവന്മാർ മുമ്പേ ചെയ്തു വരുന്ന ആചാരങ്ങളിൽ നിന്നും പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. ഖുർആനും ഹദീസും ഒക്കെ ഉണ്ടാകും, അത് ഇതിനനുസരിച്ച് വ്യാഖ്യാനിക്കാന്നല്ലാതെ നമ്മുടെ ബാപ്പകാരണവന്മാരെ നരകത്തിലാക്കുകയാണോ എന്ന് തുടങ്ങിയ മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ ഹബീബായ റസൂലുള്ളാഹിയോട് ചോദിച്ച ചോദ്യത്തിന് സമാനമായ ചോദ്യം ചോദിച്ചുകൊണ്ട് വമ്പിച്ച ഭിന്നിപ്പുണ്ടാകുകയും 1926 ആ ഭിന്നിപ്പിന്റെ ഫലമായി കേരള ജംഇയ്യത്തുൽ ഉലമക്ക് മുമ്പിൽ സമസ്ത എന്ന് ചേർത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നൊരു സംഘടന തന്നെ ഉണ്ടായി. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ആകെ പ്രശ്നമാണ്, ആകെ ഭിന്നിപ്പാണ്. ഇതൊക്കെ എന്തെങ്കിലും ഒന്നായിട്ട് ഞാനൊക്കെ പിന്നീട് പ്രവർത്തിക്കാമെന്ന് പറഞ്ഞ് ടിവിയും കണ്ടിരിക്കുന്നവരെ, നിങ്ങൾ പോകുന്നത്, നിങ്ങൾ പറഞ്ഞ ന്യായം ഒട്ടും ശരിയല്ല. മറിച്ച് ഭിന്നിപ്പുകൾ ഈ ഹക്ക് ജനങ്ങളോട് പറയാൻ തുടങ്ങിയ കാലഘട്ടം മുതൽ ഭിന്നിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സത്യം ഭിന്നിച്ചിട്ടില്ല. ആ സത്യത്തിൽ ഉറച്ചു നിന്നും സത്യത്തോടൊപ്പം നിൽക്കാത്തവർ പിരിഞ്ഞു പോയതിന് ശുദ്ധീകരണം എന്നാണ് പറയുക. ആ ശുദ്ധീകരണം 1926 നടന്നു. ഭൂരിപക്ഷം വരുന്ന ആളുകൾ പുറത്തേക്ക് പോയപ്പോൾ ന്യൂനപക്ഷം വരുന്ന ആളുകൾ പള്ളിയിൽ പീഡിപ്പിക്കപ്പെട്ടു. നിങ്ങളുടെ പോസ്റ്റർ ഇനി ഒട്ടിക്കാൻ പറ്റൂല, ഞങ്ങളാണ് ഭൂരിപക്ഷം എന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഹത്തീബ നിൽക്കുക എന്ന് പറഞ്ഞു. പള്ളിയിൽ പ്രശ്നമുണ്ടായി, അഭിപ്രായ വ്യത്യാസമുണ്ടായി. ചിലയിടങ്ങളിൽ പള്ളിക്കുള്ളിൽ വെച്ച് കുത്തുബിയത്ത് പാരായണം ചെയ്യുന്ന
പള്ളിക്കുള്ളിൽ വെച്ച് മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ബദർ മൗലിദ് ചെയ്യുന്നത് സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് അപ്പുറത്ത് മറ്റൊരു പള്ളിയുണ്ടായി. എന്നിട്ട് വിശദീകരിച്ചു കൊടുത്തു, വേറൊരു പള്ളി ഉണ്ടാക്കാൻ ആഗ്രഹമുണ്ടായിട്ടല്ല, പക്ഷേ നിലവിലുള്ള പള്ളിയിൽ ഖുർആനും ഹദീസും പഠിപ്പിക്കുന്നതിനനുസരിച്ചല്ല മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഭിന്നിപ്പിന്റെ വിശദാംശങ്ങളുമായി ജനങ്ങളിലേക്ക് ഇറങ്ങി. ആ ഭിന്നിക്കാത്ത ഹക്ക് കയ്യിലെടുത്തുകൊണ്ട് ജനങ്ങളിലേക്ക് ദഅവത്തുമായി ഇറങ്ങി. 40കളായപ്പോൾ വീണ്ടും കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്നും ആദ്യത്തെ ശുദ്ധീകരണത്തിന് ശേഷം അവശേഷിച്ചവരിൽ ഒരാൾക്കതാ തോന്നുന്നു, മൗലാന മൗദൂദി സാഹിബ് പറഞ്ഞതല്ലേ ശരി, അദ്ദേഹം ഇബാദത്തിന് 3 അർത്ഥമുണ്ടെന്ന് പറഞ്ഞ് അത് ശരിയല്ലേ? ആ ചിന്താഗതി ഉള്ളിൽ ഇങ്ങനെ കറങ്ങാൻ തുടങ്ങി. അദ്ദേഹം മാന്യമായി പുറത്തേക്ക് പോയി. പിന്നീട് നമ്മൾ കേൾക്കുന്നത് കേരള ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറായി KC അബ്ദുള്ള മൗലവി വരുന്നതാണ്. അങ്ങനെ ഒറ്റക്കും തെറ്റക്കും പിന്നീട് CN പോലെയുള്ള ആളുകൾ പരിശുദ്ധ ഖുർആന്റെ പരിഭാഷ കേരളീയ സമൂഹത്തിന് സമർപ്പിച്ച, ബുഖാരിയുടെ പരിഭാഷ കേരളീയ സമൂഹത്തിന് സമർപ്പിച്ച CN പോലെയുള്ള ആളുകള് ആ വ്യാഖ്യാനത്തിൽ അർത്ഥത്തിൽ പരമാബദ്ധങ്ങൾ വരികയും ഖുർആനും ഹദീസും ഉദ്ദേശിക്കുന്നതെന്തോ അതിന് വിരുദ്ധമായ ചിന്താഗതികൾ വന്നപ്പോൾ വീണ്ടും അതാ പ്രശ്നം. ഒരു വ്യക്തിയായതുകൊണ്ട്, ആ വ്യക്തി ഉണ്ടാക്കുന്ന ഫസാദ് വലുതായതുകൊണ്ട് അതാ അന്ന് മഹാനായ KM മൗലവിക്ക് ലഭിച്ച ഒരു കത്തിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തിരമായ ഒരു മീറ്റിംഗ് മുഹമ്മദ് അമാനി മൗലവി, അലവി മൗലവി, PK മൂസ മൗലവി എന്നിട്ട് പറഞ്ഞു, ഈ അപകടത്തിൽ നിന്ന് കരകയറ്റണം. അതുകൊണ്ട് ഖുർആനും ഹദീസും CN സ്വന്തം ബുദ്ധിക്കനുസരിച്ച് വ്യാഖ്യാനിച്ചു. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ബുദ്ധിക്കനുസരിച്ച് വ്യാഖ്യാനിച്ചാൽ 4 വിശദീകരണത്തിൽ 4 രൂപത്തിലുണ്ടാകും. അതൊന്നാകണം. അതിനൊരു മാർഗമുണ്ട്. ഭിന്നിപ്പുകൾ ഉണ്ടാകുമ്പോൾ അതിലൊരു ഇസ്ലാമുണ്ട്. ആ ഇസ്ലാം ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട്. മാ അന അലൈഹി വസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഇന്ന് ഏതൊരു മാർഗത്തിലാണോ ആ മാർഗം. സ്വഹാബത്ത് പ്രമാണമല്ല. പ്രമാണങ്ങളെ എങ്ങനെ മനസ്സിലാക്കണമെന്ന രീതിശാസ്ത്രമാണ്. ഒരു ഖുർആൻ ആയത്ത് ഇറങ്ങുമ്പോൾ, ഒരു ഹദീസ് ഇറങ്ങുമ്പോൾ ആ ആയത്ത് കൊണ്ട് ഹദീസ് കൊണ്ട് എന്ത് ഉദ്ദേശിക്കുന്നു എന്ന് ആ ആയത്തിന്റെ പ്രൈമറി ഓഡിയൻസ്, പ്രഥമ സംബോധിതർ സ്വഹാബത്തിനാണ് ഏറ്റവും നന്നായി അറിയുക. അതാണ് അതിന്റെ ആശയം. അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതിന് വിരുദ്ധമായി പറഞ്ഞപ്പോൾ CN അഹമ്മദ് മൗലവി പറഞ്ഞു, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 7ാം ആകാശത്ത് ഒരൊറ്റ രാത്രി കൊണ്ട് പോയി തിരിച്ചു വന്നു എന്നത് അദ്ദേഹത്തിന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അദ്ദേഹം പറഞ്ഞു അതൊരു സ്വപ്നമാകുന്നു. KM മൗലവിക്ക് സഹിച്ചില്ല. നമ്മുടെ കൂട്ടത്തിൽ ഒരു പണ്ഡിതനല്ലേ, അങ്ങനെ എഴുതിപ്പോയാ പിന്നെ മൂപ്പർക്കൊരു വിഷമാവൂലേ, നമ്മുടെ പ്രസ്ഥാനത്തിൽ 2 അഭിപ്രായം ഉണ്ടെന്ന് വരൂലേ, അതൊന്നും ചിന്തിച്ചില്ല. പ്രസ്ഥാനം ആദർശത്തിന് വേണ്ടിയാ, ഖുർആൻ പറയാനാ, ഹദീസ് പറയാനാ. അതുകൊണ്ട് പച്ചയായ ഹദീസ് നിഷേധം പറഞ്ഞപ്പോൾ നിങ്ങൾ പരിശോധിക്കൂ, വീട്ടിൽ പോയി 17ാം അധ്യായം സൂറത്ത് ഇസ്രായിനും ഒരു വിശദമായ വ്യാഖ്യാനക്കുറിപ്പ് കാണാം. എന്താണ് അതിന്റെ ഹെഡിങ്? അതിന്റെ ഹെഡിങ് വാനയാത്രയും രാവുയാത്രയും. ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരത്തോടുകൂടിയാണ് 7ാം ആകാശത്ത് പോയത് എന്ന് കൊച്ചുകുട്ടിക്ക് പോലും ഒന്ന് ക്ഷമിച്ചിരുന്നു വായിച്ചാൽ മനസ്സിലാകുന്ന രൂപത്തിൽ മറുപടി എഴുതി. അതേ, പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായം വ്യത്യാസം വന്നപ്പോ, ബാത്തില് വന്നപ്പോൾ ബാത്തിലിനെ സഹിച്ചില്ല, ഹക്ക് കൊണ്ട് നേരിട്ടു. അപ്പോൾ CN സ്വാഭാവികമായും പുറത്തു പോകും. അതിന്റെ തുടർച്ചയെന്നോണമൊക്കെ പറയാം. ചേകനൂര് വന്നു. അദ്ദേഹവും ഖുർആനിൽ നിന്ന് വ്യത്യസ്തമായി, ഹദീസിന്റെ ആശയത്തിൽ വ്യത്യസ്തമായി പലതും പറയാൻ തുടങ്ങി. നമസ്കാരത്തിന്റെ വക്തുകൾ 3ലേക്ക് വരെ ചുരുക്കി. ചോദിച്ചു, നമസ്കാരം 3 എന്നതിന് നിങ്ങൾ ഓതിയ ഈ ആയത്ത് ആദ്യമായി ഓതിയ റസൂലുള്ളയും അത് കേട്ട സ്വഹാബത്തും എത്ര വക്താ നമസ്കരിച്ചത്? ചേകന്നൂര് മനസ്സിലായി, നല്ല കൂർമ്മ ബുദ്ധിയുള്ള ചോദ്യമാണ്. അദ്ദേഹം പെട്ടെന്ന് മറുപടി പറഞ്ഞു, സ്വഹാബത്ത് മാത്രം ചിന്തിച്ചാൽ പോരാ, നമ്മളും വേണം ചിന്തിക്കുക. അപ്പൊ സ്വഹാബത്ത് 5 നിസ്കരിച്ചത്, ബഹുമാനപ്പെട്ട നോം ചിന്തിച്ചപ്പോൾ 3 കിട്ടിയത് അല്ലേ? അതല്ലേ വണ്ടൂർ പ്രദേശത്ത് ചേകനൂരിസം തകരാൻ കാരണമായ 1969കളിലെ വാദപ്രതിവാദം.
അപ്പോൾ ഖുർആനും ഹദീസും പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടതും സ്വീകരിച്ചാചരിക്കേണ്ടതും ഈ കൊണ്ടോട്ടിയിൽ ഒത്തുചേർന്നിരിക്കുന്ന ഈ സഹോദരന്മാരുടെ അടുത്തേക്ക് ഒരായത്തും അതിന്റെ അർത്ഥവും നമ്മൾ പാസ് ചെയ്തു എന്ന് കരുതുക. എന്നിട്ട് പറയാണ്, ഈ ആയത്ത് കൊണ്ട് എന്താ ഉദ്ദേശിങ്ങളൊക്കെ ചിന്തിച്ചോളി, അഫലാ തഅഖിലൂൻ ഖുർആൻ പറഞ്ഞല്ലേ, എന്നിട്ട് അതിന്റെ ആശയം താഴത്ത് എഴുതിക്കോളൂ. ഈ ഒരൊറ്റ ഗ്രൗണ്ടിൽ നിന്ന് ഒരുപക്ഷെ ഒരു ആയത്തിനെ കുറിച്ച് 30ഓ 40ഓ അഭിപ്രായം വന്നേക്കാം. ഇതൊക്കെ ആ ആയത്തിന്റെ ആശയമാണോ? ആണോ? അപ്പൊ ഓരോരുത്തരും ചിന്തിച്ചാൽ വ്യത്യസ്ത ആശയം കിട്ടും. അപ്പോൾ അതിന്റെ ശരിയായ ആശയം എന്ത്? ഈ ആയത്ത് ഓതുന്നത് ഹബീബായ റസൂലുള്ളാഹിയുടെ തിരുനാവ് കൊണ്ട് ആയത്ത് ഓതുന്നത് നേരിട്ട് കണ്ട ആ സ്വഹാബത്ത് ഈ ആയത്ത് കൊണ്ട് എന്ത് മനസ്സിലാക്കി? അവർ മനസ്സിലാക്കിയത് തിരുത്താൻ, അവർ മനസ്സിലാക്കിയെടുത്ത് അബദ്ധമുണ്ടെങ്കിൽ തിരുത്താൻ ഹബീബായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടൊപ്പമുണ്ട്. ഈ ആശയം ഇതിന്ന് വ്യത്യസ്തമായ ആശയം വന്നപ്പോൾ പ്യൂരിഫിക്കേഷൻ, ശുദ്ധീകരണം ആവർത്തിച്ച് വേണ്ടി വന്നു. ഇതിന്റെ ഒരു സംഘടിത രൂപമെന്നോണം 2002 ഖുർആനും ഹദീസും പഠിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും സ്വീകരിച്ചാചരിക്കുന്നതിനും സച്ചരിതരായ സലഫിന്റെ മാർഗമാണ് നാം സ്വീകരിക്കേണ്ടത് എന്ന സുന്ദരമായ ആശയത്തിൽ നിന്ന് വ്യത്യസ്തമായി, അത് 5ാം മദ്ഹബല്ലേ, അത് ഗൾഫ് ഇറക്കുമതിയല്ലേ, നമ്മളൊക്കെ ചിന്തിക്കേണ്ടതുണ്ടോ? സ്വഹാബത്ത് മാത്രം ചിന്തിച്ചാൽ മതിയോ എന്ന് ചോദിച്ചുകൊണ്ട് ഈ ആദർശ പ്രസ്ഥാനത്തിന്റെ യുവഘടകത്തെ മുറുക്കി പിടിച്ച് ഈ തെറ്റായ ചിന്താധാര കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ യുവാക്കളാകുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ നട്ടെല്ലിനെ പിടിച്ച് ആ നട്ടെല്ലിലൂടെ വിഷാംശം കുത്തിവെക്കാൻ ശ്രമിച്ചപ്പോൾ ആദർശബോധമുള്ള മുജാഹിദുകൾ യുവാക്കളടക്കം ഉയർത്തെഴുന്നേൽക്കുകയും ഇതാ വലിയൊരു ശതമാനം ഞങ്ങളോടൊപ്പമാണ്, 98% ഞങ്ങളോടൊപ്പമാണ് എന്നൊക്കെ പറഞ്ഞവരെ ആദർശബോധമുള്ളവർ അവരോടൊപ്പമല്ല എന്ന് തെളിയിച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിനകത്തുള്ള 2 ചിന്താധാരകൾ തമ്മിലുള്ള ആശയ സമരമാണ് ഇതുവരെ നടന്നു വന്നിരുന്നത് എന്നും തുറന്നെഴുതിച്ച് ആ പത്രക്കുറിപ്പ് പത്രക്കാരെ കയ്യിൽ കൊടുത്ത് പത്രങ്ങളിലൂടെ എഴുതി 2002 ആഗസ്റ്റ് 16 ശബാബിൽ അത് പ്രസിദ്ധീകരിപ്പിച്ചിട്ടാ വിട്ടത്. വെറുതെ പോയതല്ല, ഞങ്ങൾക്ക് വ്യതിയാനമുണ്ട്, 2 ചിന്താധാരകൾ തമ്മിൽ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇടകേറാവുമായിരുന്നു, ഞങ്ങൾ ഇങ്ങോട്ട് പുറത്തേക്ക് പോന്നു എന്ന് പറഞ്ഞവർ പുറത്തുപോയി. ആ പുറത്തു പോയതോടുകൂടി എറണാകുളം സമ്മേളനം തൗഹീദിലേക്ക് സുന്നത്തിലേക്ക് എന്ന ശക്തമായ ദഅവാ മുന്നേറ്റത്തിലൂടെ ഈ മുജാഹിദ് പ്രസ്ഥാനത്തെ ശക്തമായി എതിർക്കുന്ന ചില പത്രങ്ങൾ പോലും വിഘടിതർ കെട്ടിയുണ്ടാക്കിയ മൺചിരകൾ യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും നിറസാന്നിധ്യം കൊണ്ട് ജനസമൂഹം ഒഴുകിയപ്പോൾ എറണാകുളത്ത് ഒലിച്ചുപോയി എന്ന് അങ്ങ് എറണാകുളത്ത് നടന്ന മുജാഹിദ് സംസ്ഥാന സമ്മേളനമാകുന്ന ദഅവാ മുന്നേറ്റത്തിന്റെ വമ്പിച്ച ചരിത്രം നാം മറന്നു പോകാൻ പാടില്ല. അങ്ങനെ ഒരു പ്യൂരിഫിക്കേഷൻ കൂടി നടന്നു. ചിലർ ചോദിക്കുന്നു, ഇപ്പോഴെന്താ മുജാഹിദ് പ്രസ്ഥാനത്തിൽ 10 കൊല്ലം കഴിയുമ്പോൾ വീണ്ടും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ നിരാശരാവുകയല്ല. പൊതുസമൂഹമേ, നിങ്ങളും പറയുന്നു, നിങ്ങൾ ഈ മുജാഹിദുകളാണ് ഈ സമൂഹത്തിന്റെ പ്രതീക്ഷ. നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് ഞങ്ങൾക്ക് സഹിക്കാൻ സാധ്യമല്ല. മറുപടി പറയട്ടെ, അഭിപ്രായ വ്യത്യാസങ്ങൾ വരിക എന്ന പരീക്ഷണം വന്നു കഴിഞ്ഞാൽ ആ വന്നു കഴിഞ്ഞ പരീക്ഷണത്തിലെ ഇസ്ലാം എന്താണ് എന്ന് മനസ്സിലാക്കുകയാണല്ലോ വേണ്ടത്. ഇന്ന് മുജാഹിദ് പ്രസ്ഥാനം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നം യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയ പ്രശ്നമാണ്. ഇന്ന് നമുക്കറിയാം, എവിടെ ചെന്നാലും ചില കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു. അമുസ്ലിങ്ങൾ പോലും യാ ഇബാദല്ലയെ പറ്റി നമ്മളോട് ചോദിച്ചു കളയുമോ എന്ന് സംശയിക്കേണ്ടടുത്ത് ഈ അടുത്തൊരു സ്കൂൾ ടീച്ചർ പറഞ്ഞു, എന്നോട് ഒരു അമുസ്ലിം അധ്യാപിക ചോദിച്ചു, നിങ്ങളുടെ ഇന്നാള് ജിന്നിന്റെ ആളാണത്രേ, എന്താണ് ഈ ജിന്ന് എന്ന് സ്റ്റാഫ് റൂമിൽ ചർച്ച ചെയ്യുന്ന കാലമാ. ഇനി അതൊന്നും പഠിക്കണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഖുർആൻ പഠിപ്പിച്ചതാ, ഹദീസ് പഠിപ്പിച്ചതാ. അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോൾ ഓടി ഒളിക്കുക എന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്വഭാവമേ അല്ല. നമ്മൾ വിവാദങ്ങൾ ഉണ്ടാക്കില്ല. വിവാദങ്ങൾ ഉണ്ടായാൽ ആ വിവാദങ്ങളിൽ ഖുർആൻ എന്തു പറയുന്നു, ഹദീസ് എന്തു പറയുന്നു, അവിടെ പഠിപ്പിച്ചിട്ടേ അടങ്ങൂ.
കാരണം പ്രമാണം കയ്യിലുണ്ട്, ഖുർആൻ കയ്യിലുണ്ട്. തെറ്റിദ്ധരിപ്പിക്കുന്നവർക്ക് ആയുസ് വളരെ 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 കുറവാ. അത് പെട്ടെന്നുണ്ടാകുന്ന പുകമറ മാത്രം. പുകമറ നീങ്ങിയാൽ തെളിവെള്ളം വരും. ആ തെളിവെള്ളം ഇസ്ലാഹി പ്രസ്ഥാനം അനുഭവിച്ചിട്ടുണ്ട്, എക്കാലഘട്ടത്തിലും അനുഭവിച്ചിട്ടുണ്ട്. 2002 പിരിഞ്ഞു പോയവർ നിരാശരായി. ആ നിരാശയിൽ നിന്നും ജനങ്ങൾക്ക് അജ്ഞതയുള്ള വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ശ്രമിച്ചു. ജിന്ന്, സിഹ്ർ, തബറുക്ക് പോലെയുള്ള വിഷയങ്ങൾ നാം വിശദമായി പഠിപ്പിക്കപ്പെട്ടതല്ല അക്കാലഘട്ടത്തിൽ. ഇന്നൊരു MSM-കാരനോട് നീ തബറുക്കിന്റെ ഹദീസ് നിഷേധിച്ചാൽ ഹദീസ് നമ്പർ അടക്കം നിന്റെ ഇമെയിലിൽ തരാൻ MSM എന്ന മുജാഹിദ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ മെമ്പർമാർ വരെ വളർന്നു കഴിഞ്ഞു. കേരളത്തിലും പുറത്തുമുള്ള പ്രൊഫഷണൽ സ്ഥാപനങ്ങളിലേക്ക് നീ ഇനി ജിന്നിന്റെയും സിഹിറിന്റെയും കൺഫ്യൂഷനുമായി പോയാൽ ആയുധം സംഭരിച്ച് മലപ്പുറത്തു നിന്നും കുട്ടികൾ യാത്ര തിരിച്ചു കഴിഞ്ഞു. അല്ലാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. സാധ്യമല്ല. ഇത് ഇൽമിന്റെ പ്രസ്ഥാനമാണ്. അൽ ഇൽമു സിലാഹി, അറിവാണ് എന്റെ ആയുധം. ആ അറിവ് കയ്യിലെടുത്താൽ പിന്നീട് നിൽക്കക്കള്ളി ഉണ്ടാവില്ല. അതാ പറഞ്ഞത്, 2002 പിരിഞ്ഞു പോയവർ ഈ ആദർശ മുന്നേറ്റത്തെ തകർക്കുന്നതിന് വേണ്ടി ആ ജനങ്ങൾക്ക് കൂടുതൽ അറിവില്ലാത്ത വിഷയങ്ങൾ വെച്ചുകൊണ്ട് പറഞ്ഞു ജിന്ന് കൂടൂന്നാപ്പ പറയുന്നത്, സിഹിർ പലിക്കൂന്നാ പറയുന്നത്. ഇങ്ങനെ സലഫിന്റെ മാർഗം എന്ന് പറഞ്ഞ് സലഫി മൻഹജുമായിട്ട് നടന്നാൽ ജിന്ന് കൂടൂന്ന് വിശ്വസിക്കേണ്ടി വരും, സിഹിർ പലിക്കൂന്ന് വിശ്വസിക്കേണ്ടി വരും, റസൂലുള്ളാഹിന്റെ മുടിക്ക് പ്രത്യേകത ഉണ്ട് എന്ന് പറയേണ്ടി വരും. ഇതൊക്കെ അന്ധവിശ്വാസല്ലേ? ഇതിനെക്കുറിച്ച് വിവരമില്ലാത്ത ജിന്ന് കൂടൂന്നോ? പടച്ച തമ്പുരാന്, ഞാനുണ്ടല്ലോ 1900 മുജാഹിദായതാണ്. ഇപ്പൊ ഓരോന്നും കുട്ടികൾ ഇങ്ങനെ വരുന്നു. കുട്ടികൾ വന്നതല്ല, ഖുർആൻ വന്നതാ. ഖുർആൻ വന്നതാ. പരിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 275-ാമത്തെ ആയത്തിൽ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാ, പലിശ തിന്നുന്നവർ, പിശാചുബാധ നിമിത്തം മറിഞ്ഞു വീഴുന്നവൻ എഴുന്നേൽക്കുന്നത് പോലെയല്ലാതെ എഴുന്നേൽക്കുകയില്ല. പരിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിച്ച ആ കാര്യം വിവാദമുണ്ടായ സന്ദർഭത്തിൽ 2011 കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പേരിൽ ഇറങ്ങിയിട്ടുള്ള പുസ്തകത്തിൽ 30-31 പേജുകളിൽ കൃത്യമായി ഈ ആയത്ത് കൊടുത്തിരിക്കുന്നു. എന്നിട്ട് കേരള ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞു പിശാച് മനുഷ്യനെ ബാധിക്കുമെന്ന്. ഈ ആയത്ത് മനസ്സിലാക്കാം. തീർന്നില്ല. കേനമിന്റെ 1-ാമത്തെ പ്രസിഡന്റ് മഹാനായ KM മൗലവി, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുജാഹിദ് കാരണവന്മാരെ കുട്ടികൾ പോയി സമീപിക്കണം. എന്നിട്ട് അവരോട് KM മൗലവി ഈ വിഷയത്തിൽ എന്ത് പഠിപ്പിച്ചു എന്ന് പറയണം. കാരണവന്മാർ പറഞ്ഞു തരും. ആ കാരണവന്മാർക്കറിയുന്ന അല്ലെങ്കിൽ അറിയേണ്ടുന്ന വിഷയം KM മൗലവിയുടെ ഫത്വകൾ എന്ന് പറഞ്ഞുകൊണ്ട് 2002 പിരിഞ്ഞു പോയവർ 2008 6 കൊല്ലം കഴിഞ്ഞ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് KM മൗലവിയുടെ ഫത്വകൾ. ആ ഫത്വകളിൽ 18-ാമത്തെ പേജിൽ കാണാം, എന്നാൽ ഖുർആനിലെ ആയത്തുകൾ, അല്ലാഹുവിന്റെ നാമങ്ങൾ, ഗുണങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനകൾ എന്നിവയെ കൊണ്ട് മാരണമോ പിശാചുബാധയോ ഏറ്റിട്ടുണ്ടെന്ന് വിചാരിക്കപ്പെടുന്നവരെ ചികിത്സിക്കുന്നത് കൊണ്ട് ദോഷമില്ല. അപ്പോൾ നുശ്റത്ത് എന്ന് പറയുന്ന ശിർക്കൻ ചികിത്സ പാടില്ല. പിശാചിനെ സേവിക്കുന്ന ചികിത്സകൾ പാടില്ല. അങ്ങനെ വല്ലതുമാണെന്ന് തോന്നിയാൽ, പിശാചു ബാധിച്ചതാണെന്നോ സിഹിർ ഫലിച്ചതാണെന്നോ തോന്നിയാൽ ഖുർആനിലെ ആയത്തുകൾ, അല്ലാഹുവിന്റെ നാമങ്ങൾ, ഗുണങ്ങൾ, റസൂലുള്ള പഠിപ്പിച്ച പ്രാർത്ഥനകൾ എന്നിവയെ കൊണ്ട് പിശാചുബാധയോ ജിന്നുബാധയോ ഉണ്ടെന്ന് തോന്നുന്ന സന്ദർഭത്തിൽ, ഏറ്റിട്ടുണ്ടെന്ന് വിചാരിക്കപ്പെടുന്ന സന്ദർഭങ്ങളിൽ ചികിത്സിക്കുന്നത് കൊണ്ട് ദോഷമില്ല. KM മൗലവി അന്ധവിശ്വാസിയാണോ? KM മൗലവി നവോത്ഥാനത്തെ പിറകോട്ട് നയിച്ച ആളാണോ? KM മൗലവി ഈ ആധുനിക കാലഘട്ടത്തിൽ അന്ധവിശ്വാസവുമായി വന്ന ആളാണോ? സഹോദര, വിശ്വാസം എന്താ, അന്ധവിശ്വാസം എന്താ പഠിക്കണ്ടേ? അപ്പോൾ KM മൗലവി കൊടുത്ത മറുപടി പറയുന്നത്, MSM-കാരനാണെങ്കിൽ അവന്റെതാ ശരി, KM-കാരനാണെങ്കിൽ അവൻ പറഞ്ഞതാ ശരി. അപ്പോൾ ഖുർആനും ഹദീസും പഠിപ്പിക്കുന്ന നമ്മുടെ പിരിഞ്ഞുപോയ സഹോദരങ്ങളുടെ ശബാബിലൂടെ റസൂലുള്ളാഹിക്ക് സിഹ്ർ ഫലിച്ചു എന്ന് പറയുന്ന ഹദീസ് സ്വഹീഹാണെന്ന് സമർത്ഥിച്ചിട്ടുണ്ട്. മുഹമ്മദ് അമാനുവലിയുടെ പരിഭാഷയിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട്.
അത് സിഹിർബാധ അന്ധവിശ്വാസം, അതേപോലെ തന്നെ ജിന്നുബാധ അന്ധവിശ്വാസം. ഇത് പറയുമ്പോൾ ഇത് ഖുർആനെതിരല്ലേ, ഹദീസിനെതിരല്ലേ? ബഹുമാനപ്പെട്ട നിന്റെ ബുദ്ധിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ലെങ്കിൽ ആ ബുദ്ധിയാകുന്ന തലയും കൊണ്ടൊന്ന് ഖുർആന്റെ മുമ്പിൽ ഇരിക്ക്, ഹദീസിന്റെ മുമ്പിൽ ഒന്ന് ഇരിക്ക്, ഒന്ന് വിനയാന്യനാക്, പടച്ചോനോടൊന്ന് ദ്വാരക്ക്, എന്നിട്ട് വിഷയം പഠിക്ക്. അല്ല എനിക്കൊന്നും കേൾക്കണ്ട, അവസാനം വരെ നന്നായി, അവസാനം കൊണ്ടൊരു പിശാച് ബാധ, അവസാനം കൊണ്ടിച്ച് പിശാച് ബാധയല്ല. ഖുർആനിനും ഹദീസിനും വിരുദ്ധമായ കാര്യങ്ങൾ ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കുമ്പോൾ അതിന്റെ ഖുർആൻ എന്താ, അതിന്റെ ഹദീസ് എന്താ, അത് പഠിപ്പിക്കും. ഇഷ്ടമില്ലാത്തവർക്ക് മാറി നിൽക്കാം. ആദർശത്തെ മറച്ചുവെച്ച്, വഹീനെ മറച്ചുവെച്ച് ഒരടി മുന്നോട്ടില്ല. ഇതൊരാൾക്കൂട്ടമല്ല, ഇതൊരാദർശമാണ്. ആ ആദർശത്തിൽ വിട്ടുവീഴ്ചയില്ല. മൗലാന മൗദൂദി സാഹിബ്, അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ അവരുടെ പ്രസിദ്ധീകരണത്തിൽ എഴുതി, റസൂലുള്ളാഹിക്ക് സിഹർ വലിച്ചു എന്നൊരു ഹദീസുമായി കുറച്ച് ആൾക്കാർ നടക്കുന്നു. ആ ഹദീസിന് ഒരു കൊട്ടേഷൻ കൊടുത്തു. ബഹുമാന്യ സഹോദര, എടുക്കൂ ആ മൗദൂദി സാഹിബിന്റെ പരിഭാഷ. ആ പരിഭാഷയിൽ 2-ാം അധ്യായത്തിലെ 102-ാമത്തെ ആയത്തിൽ കൃത്യമായി മൗദൂദി സാഹിബ് പറയുന്നു, സിഹർ ഫലിക്കും. മൗദൂദി സാഹിബ് അന്ധവിശ്വാസിയായി. ആവശ്യമില്ലാതെ അഥവാ അനാവശ്യമായി ഇറങ്ങിത്തിരിച്ചാൽ സ്വന്തം നേതാവ് അന്ധവിശ്വാസിയാണെന്ന് പറയേണ്ടി വരും. സ്വന്തം നേതാവ് അന്ധവിശ്വാസിയാണെന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് നേരെ അങ്ങ് ഇറങ്ങിത്തിരിച്ച് എന്തെങ്കിലും പറയാമെന്ന് കരുതണ്ട. ഇങ്ങനെ ഈ വിവാദങ്ങൾ വെച്ചുകൊണ്ട് 2002 ആഗസ്റ്റ് 23-ന് ഷബാബ് എഴുതി, മൻഹജ് വാദം പിശാച് സേവയിലേക്ക് കൂപ്പുകുത്തുന്നതിന് നാം മാപ്പു സാക്ഷികളായി. എന്താ പിശാച് സേവ? പിശാചിനെ ആരാധിക്കുക. അപ്പോൾ ശിർക്കാരോപണത്തിന് 11 കൊല്ലത്തിന്റെ സീനിയോരിറ്റി ഉണ്ട്. അന്നവർ പറഞ്ഞതാ. 2006 2007 ആയപ്പോൾ ബഹുമാന്യനായ അബ്ദുസ്സലാം സുല്ലമി സ്വന്തം പിതാവ് കൂടി എഴുതിയ പരിഭാഷയ്ക്ക് വിരുദ്ധമായി അദ്ദേഹം റസൂലുള്ളാഹിക്ക് സിഹർ വലിച്ചു അല്ലെങ്കിൽ സിഹർ വലിക്കും എന്ന ഹദീസിനെ തള്ളി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അങ്ങനെ സിഹർ വലിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാകുന്നു. അദ്ദേഹം സെൻസിംഗ് മാസികക്ക് ഇന്റർവ്യൂ കൊടുത്തു. സെൻസിംഗ് ആവേശത്തോടുകൂടി കവർ സ്റ്റോറിയാക്കി പ്രസിദ്ധീകരിച്ചു, മൗലവി വിഭാഗം മുശ്രിക്കുകൾ. അബ്ദുസ്സലാം സുല്ലമി ആരാ? മൗലവി വിഭാഗം. അത് AP അബ്ദുൽ ഖാദർ മൗലവിയെ മൗലവി വിഭാഗം എന്ന് പരിഹസിച്ചുകൊണ്ട് അവർ എഴുതി. അത് മുജാഹിദുകൾക്ക് കാന്തപുരം സമസ്തക്കാരും മടവൂർ വിഭാഗത്തിലെ സുഹൃത്തുക്കളും പോസ്റ്റലായും മറ്റും അയച്ചു. അപ്പോൾ അന്നുമുണ്ട് ശിർക്കാരോപണം. അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 2012 ആഗസ്റ്റ് 19-ാം തീയതി